അപ്പോൾ ഇന്ന് ഞാൻ പോകാൻ പോണത് അതും ഒരു ബീച്ച് സൈഡിലോട്ടാണ് കേട്ടോ. നമ്മൾ പഴയ മറ്റൊരു വീഡിയോ എടുത്തത് ഇതേ സ്പോട്ടിൽ വെച്ച് തന്നെ, അത് ഞാൻ കൂടെ ബാക്കിലോട്ട് വെച്ചാണ് എടുത്തത്. അതേ കണക്കൊരു സ്ഥലം തന്നെയാണ്, ഈ ബീച്ചാണ്. അപ്പോൾ ആ സ്ഥലത്തിൻ്റെ ഒരു കാപ്പിൽ ബീച്ച് എന്നാണ് പേര് കേട്ടോ. നല്ലൊരു വൈബാണ് കേട്ടോ. നമ്മൾ പൊഴിക്കര പോയ കണക്കുള്ളൊരു വൈബാണ് നമുക്ക് അവിടെയും കിട്ടുന്നത്. പൊഴിക്കര എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം നമുക്ക് കല്ലെടുക്കും പുലിമുട്ടും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും അത് നിങ്ങൾ കണ്ട് തന്നെ അറിയേണ്ട കാര്യമാണ്. വേറൊരു വൈബാണ് അവിടെ. ഞാനിപ്പോൾ എന്തായാലും അങ്ങോട്ടാണ് പോണേ. ആദ്യത്തെ വീഡിയോയിൽ ഞാനൊരു പൊഴിക്കര വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്തും പരവൂർ വന്നിട്ടാണ് ഞാൻ പൊഴിക്കരോട്ട് പോയത് കേട്ടോ. ഇപ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും അതിനുള്ള ഷൂട്ടിങ്ങുള്ള വീഡിയോ ഞാൻ കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് ആ വഴി കാണണമെങ്കിൽ പ്രീവിയസ് വീഡിയോയിൽ കണ്ട ഏത് വഴിയാണ് ഞാൻ പോയതെന്ന് മനസ്സിലാവും. അപ്പോൾ ഇനി ഇങ്ങോട്ട് ഷൂട്ട് ചെയ്യാനൊന്നിട്ടൊന്നുമില്ല. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണിക്കാനാണ് കേട്ടോ നല്ലത്. എന്നുവെച്ചാൽ വേറൊരു വൈബാണ്. അവിടെ കയറുമ്പോൾ തന്നെ നമുക്ക് ആ വൈബ് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങളെ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ പോവാം. ഇവിടെ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ടെന്നൊന്നും നോക്കിയിട്ടില്ല കേട്ടോ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോകുന്നതുകൊണ്ട് ഞാനങ്ങനെ കിലോമീറ്റർ നോക്കാറില്ല. പോവുക, അവിടെ കുറച്ച് നേരം ഇരിക്കുക, തിരിച്ച് വീട്ടിൽ പോവുക. ഓക്കെ, അപ്പോൾ പോവാം. ഇന്നിപ്പോൾ രാവിലെ ഒരു 7:40 ആയിട്ടുണ്ട് കേട്ടോ. ഞാനവിടെ നിന്ന് വന്ന് പാരിപ്പള്ളിയിൽ നിന്ന് ഇങ്ങനെ പരവൂർ റൂട്ടിലോട്ട് വന്നു. ഇപ്പോൾ പരവൂർ എത്തിയിട്ടുണ്ട്. അപ്പം ഞാനത് നേരെ പോയപ്പോഴാണ് പൊഴിക്കരാന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ലെഫ്റ്റ് കയറി കഴിഞ്ഞാൽ നമുക്ക് കാപ്പിൽ ബീച്ചിലോട്ട് പോകാം കേട്ടോ. അപ്പം നേരെ പോയാലാണ് അന്ന് ഞാൻ നേരെയാണ് പോയത്. അപ്പം ഇന്ന് ലെഫ്റ്റിലോട്ട് പോകാം. ഇവിടെ നിന്ന് കാപ്പിലും പോവാം, വർക്കല ആ റേഞ്ചിലോട്ടൊക്കെ പോകാം കേട്ടോ. ഇത് നേരെ പോയാൽ മതി. നേരെ വിട്ടാൽ മതി. നേരെ ചെല്ലുമ്പോഴത്തേക്കും നമുക്കത് പ്രത്യേക ഒരു ഭംഗിയിലോട്ടാണ് ഞാൻ ഇറങ്ങുന്നത് കേട്ടോ. പ്രത്യേക ഒരു ഭംഗിയാണ്, നല്ല അടിപൊളി ഒരു വൈബാണ്. ഇച്ചിരി വെളുപ്പാങ്കാലത്തൊക്കെ വരികയാണെങ്കിൽ ഓക്കെയാണ് കേട്ടോ. പിന്നെ ഈവനിങ് ആണ് ഇവിടെ ബെറ്റർ. നമുക്കിനിയിപ്പം നമ്മുടെ കാഴ്ചകൾ തുടങ്ങുന്നത് ഇവിടം തൊട്ടാണ് കേട്ടോ. ഇവിടം തൊട്ട് പിന്നെ അങ്ങോട്ട് അടിപൊളിയാണ്. ക്യാമറയിൽ എന്തുമാത്രം പറ്റുമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഇവിടം തൊട്ട് അങ്ങോട്ട് നമുക്ക് കാണുമ്പോഴേ മനസ്സിലാവും ഇങ്ങനെ എന്തോ ഒരു സംഭവത്തിലോട്ട് നമ്മൾ ഇറങ്ങാൻ പോവാന്ന് കേട്ടോ. പൊളിയാ. ഇതാണ് ഇവിടെ കായലാണ്. അവിടെ നമുക്ക് ട്രെയിനൊക്കെ പോകുന്നേ കാണാൻ പറ്റും. നമുക്കൊരു ക്യാമറയൊക്കെ കൊണ്ടുവന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്ന ഫംഗസ് ഇല്ലാത്ത ക്യാമറ. എൻ്റെ ഫംഗസ് ഉണ്ട്. അപ്പോൾ അതിനകത്താകുമ്പോഴത്തേക്കും ഓപ്പോസിറ്റ് ലൈറ്റ് അടിക്കുമ്പോഴത്തേക്കും ബ്ലറിഷ് ആകും. ഇതാണ് അവിടെ കാപ്പിൽ ബീച്ച് എന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് അങ്ങോട്ട് പോകാം. തിരിച്ചു വരുമ്പോഴത്തേക്കും ഇതുവഴി പറ്റുമെങ്കിൽ ഇതുവഴി വന്നിട്ട് അവിടെ ഒരു സ്ഥലത്തോട്ട് ഇറങ്ങാൻ പറ്റുമെങ്കിൽ നമുക്ക് ഇറങ്ങാം. അല്ലെങ്കിൽ ഇവിടെ നിന്ന് തന്നെ കണ്ടിന്യൂ അടിച്ച് പോകാം. ഇവിടെയൊക്കെ വീലിയൊക്കെ അടിച്ച് പയ്യന്മാർ പോകുന്ന റോഡാണ് കേട്ടോ. അത്രയ്ക്ക് സ്ട്രെച്ചായിട്ട് കിടക്കുന്ന റോഡാണ്. ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സ്ഥലവും കൂടെയാണ്. എന്ത് പറ്റി? നമുക്ക് എന്തായാലും മുന്നോട്ട് പോകാം. ഞാൻ ആ റോഡിൽ നിന്ന് ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയൊരു ഓഫ് റോഡ് പോലത്തെ അനുഭൂതിയാണ്. പക്ഷേ ഇതിപ്പം മണ്ണ് മഴ പെയ്ത് കിടക്കുന്നതുകൊണ്ട് കോന്ന് കിടക്കും കേട്ടോ. പക്ഷെ ചില സമയത്ത് ഇവിടെ നല്ല പൂഴി മണ്ണാണ്. അപ്പം ചെറിയൊരു ഇതിനൊക്കെ കുഴികളിലൊക്കെ നമുക്ക് നോക്കുമ്പോൾ ലെവലായിട്ടായിരിക്കും കിടക്കുന്നത്. പക്ഷെ വണ്ടി അങ്ങോട്ടൊന്ന് സ്ലോയിലൊക്കെ ഒന്ന് ഇറങ്ങുകയാണെങ്കിൽ വണ്ടിയുടെ ടയർ കൊണ്ടങ്ങി ഇരുത്തും. അതാണ് പ്രത്യേകത. ഇറങ്ങി കുളിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പക്ഷേ ഉപ്പുവെള്ളമാണ്. നമ്മുടെ ഷോപ്പൊക്കെ ഓപ്പൺ ആകുന്നത് അവിടെയൊക്കെ അടിപൊളി സ്പോട്ടിലാണ്. അത് ഇവിടെ വെള്ളം കുറഞ്ഞ് നിൽക്കുന്ന സമയത്ത് അതിൽ കൂടെ ഈ കായലിൽ കൂടെ തന്നെ നടന്ന് നമുക്ക് അക്കരെ കയറാം. ആ രീതിക്കുള്ള വെള്ളമേ ഉള്ളൂ. പക്ഷെ വെള്ളം കൂടി നിൽക്കുന്നത് ടാസ്ക്കാണ്. അങ്ങനെ ഏതാണെന്നൊന്നും അറിയത്തില്ല. നമുക്ക് ഫ്രണ്ടിലോട്ട് നിർത്താം. ചപ്പൻ ചവറും ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് സ്പോട്ട്. അങ്ങനെയുണ്ട്. പിന്നെ ഇപ്പം ഇവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ നടന്നു കേട്ടോ. നമ്മുടെ ഈ പൈൻമരം ഉണ്ട് ഇവിടെ. പൈൻമരത്തിൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മളിങ്ങനെ നടക്കുന്നത്. അപ്പം ഇവിടെ പൈൻമരം മുറിച്ച് മാറ്റുന്നുള്ള സീനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് ആദ്യം പൈൻമരത്തിൻ്റെ ഇവിടുത്തെ സ്പെഷ്യൽ ഒരു ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ പൈൻമരത്തോട്ടമാണ് കേട്ടോ. ഇതാണ് പൈൻമരം. അപ്പം നമുക്കിതിൻ്റെ ഇടയിലോട്ടൊന്ന് ഇറങ്ങാം. അങ്ങനെ നടക്കാനൊക്കെ നല്ല രസമാണ് കേട്ടോ.
മനോഹരമായിട്ടുള്ള അടിപൊളിയായിട്ടോ. ഇവിടെ നമുക്ക് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ അവിടെ വെള്ളമൊക്കെ കിടപ്പുണ്ട്. അതിൻ്റെ ഫുള്ളുണ്ടായിരുന്നു കേട്ടോ. ബാക്കിയൊക്കെ ആരാർത്തോട്ട് പോയാന്തോ. ഇനി വെള്ളം കയറിയതാണെന്നൊന്നും അറിയാണ്ടോ. അവിടെ പീസൊക്കെ കിടക്കുന്നു കേട്ടോ. നൈസാണ്. നമുക്ക് അവിടെയൊക്കെ പോയി ഇരിക്കാനും. കുറച്ച് മരങ്ങളിങ്ങനെ ചാഞ്ഞൊക്കെ നിൽപ്പുണ്ട് കായലിലോട്ട്. ഇത് കായലാണ്, അപ്പുറത്ത് കടലാണ്. അഴുക്കുണ്ട് കേട്ടോ. അത് പിന്നെ എവിടെയാണ് അഴുക്കില്ലാത്തത്? ഇത് തന്നെ വെള്ളം കിടക്കുന്നുണ്ടോ. മൊത്തം ഇടിഞ്ഞ് പൊളിഞ്ഞൊരു കുറച്ച് ഭാഗമേ ഉള്ളൂ. ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയതാട്ടോ. അപ്പോൾ ഈ ഒരു വ്യൂ നമ്മുടെ 390 ചെക്ക അവിടെ ഇരിപ്പുണ്ട്. ഒരു ഫോട്ടോ എടുക്കണം. കണ്ടോ, ഇതാണ് നമ്മുടെ. ഇപ്പം ആരും ശല്യമില്ല കേട്ടോ. ഈ ഒരു സമയത്തൊക്കെ വരുമ്പോഴത്തേക്കും വലിയ ശല്യമില്ല. അതുകൊണ്ട് ചേട്ടൻ അവിടെ വന്നിട്ട് വല എറിയാൻ പോകണം. കാണാൻ പറ്റുമോ എന്ന് അറിയത്തില്ല. അവിടെ നടക്കുന്നുണ്ട് കേട്ടോ. വെള്ളത്തിൽ കൂടെയാണ് നടക്കുന്നത്. നമുക്ക് കായലിൽ നോക്കുമ്പോഴത്തേക്ക് കാണാൻ പറ്റും. പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ മുട്ടിൻ്റെ അപ്പം വെള്ളമേ വരത്തുള്ളൂ. ഇവിടുത്തെ ക്രോസ് ചെയ്തൊക്കെ അക്കരക്കരയൊക്കെ പോകാൻ പറ്റും. പിന്നെ ഫോട്ടോഷൂട്ടിനൊക്കെ മെയിനായിട്ട് ഇതിനകത്തൊക്കെ ഇവിടെ ഈ ഒരു സൈഡ്. പിന്നെ നല്ല ആ ഒരു വ്യൂ ഒക്കെ അടിപൊളിയാണ്. ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ സ്ഥലമുണ്ട് കേട്ടോ. ഞാനിങ്ങനെ അധികമായിട്ട് സംസാരിക്കുന്നത് ബോറാണെങ്കിൽ പറയണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഇത്രയും സംസാരിക്കാതെ ജസ്റ്റ് ഈ സ്ഥലം മാത്രം കാണിച്ചൊരു മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ആഡ് ചെയ്ത് സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ എന്തായാലും എല്ലാവരും ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ പറഞ്ഞില്ല, സംസാരിച്ചുകൊണ്ടും കൂടെ വീഡിയോ ഇടുന്നു പറഞ്ഞുകൊണ്ടാണ് ഞാനിങ്ങനെ ഇടുന്നത്. അപ്പോൾ ഇതാണൊരു വ്യൂ. പിന്നെ അങ്ങോട്ടൊക്കെ പോവാം. അങ്ങോട്ടിങ്ങനെ നടന്ന് പോകുമ്പോഴത്തേക്കും അടിപൊളിയാണ്. നടന്ന് നിന്നിട്ട് ഒരു ഐലൻഡ് പോലെ ഉണ്ട്. അവിടെയും അടിപൊളിയാണ്. പക്ഷേ ഇപ്പം മഴയൊക്കെ പെയ്ത് വെള്ളം കയറി കിടക്കുകയാണ്. പണിയുണ്ടോ ഇല്ലയെന്ന് അറിയത്തില്ല. ഒന്നുമില്ലെങ്കിൽ നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. അപ്പം ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നടക്കാൻ നല്ല രസം കേട്ടോ. ഒരു കാക്ക. ചേട്ടൻ വെള്ളത്തിൽ നിൽക്കുക കേട്ടോ. മുട്ടോളം വെള്ളമേ ഉള്ളൂ. ഇറങ്ങിയാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ മൊത്തം നനയും. ഒരു ചാക്ക് ജീൻസാണ് ഇട്ടേക്കുന്നത്. ഞാൻ മഴയായതുകൊണ്ടാണ് ഷൂ ഇടാതെ. വേറൊരു സംഭവം ക്രോക്സ് മോളിലാണ്. ക്രോക്സ് ഒന്നുമല്ല, ഐസ്ക്രീം. അതെ, ഇതാണ് ഇപ്പോഴത്തെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. ഇഷ്ടംപോലെ വണ്ടികളൊക്കെ ഇഞ്ഞ് വന്നിട്ടുണ്ട്. കണ്ടോ, ഇവിടെയൊക്കെ ഉണ്ട്. ചെറുതായിട്ട് താന്നൊക്കെയാണ് പോകണം. ആ സൈഡ് വാരം കൊണ്ടുവന്നാൽ ചിലപ്പോൾ പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ റിസ്ക് എടുക്കാൻ തയ്യാറല്ലാത്തതുകൊണ്ടാണ്. കാരണം എൻ്റെ കൂടെ ആരുമില്ല. പിന്നെ ഇവിടെ ആളും കുറവാണ്. വണ്ടിയൊക്കെ താന്നിവിടെ കിടന്ന് കറങ്ങി കഴിഞ്ഞാൽ ഞാൻ തള്ളിക്കയറ്റേണ്ടി വരും. അപ്പം നല്ല വെള്ളമൊക്കെ ആണെങ്കിൽ ഇവിടെയൊക്കെ വെള്ളമാണ് കേട്ടോ. ഇങ്ങനെ അടിച്ച് കയറി ഒരു ബഹളമാണ് ഇവിടെ. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാലും കാണാനൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ റിസ്ക്കാണ്. നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും സ്വന്തം റിസ്ക്കിലൊക്കെ പോകണം കേട്ടോ. ഇവിടെ പോലീസ് ഇടയ്ക്കിടയ്ക്കൊക്കെ വരും. എന്നിട്ട് വാർണിംഗ് ഒക്കെ തരും. ഇവിടെയൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുകയൊക്കെ ചെയ്യുമ്പോഴേ. ഒരു പച്ച ഒരുമാതിരി ജെല്ലി കണക്കിരിക്കുന്ന സംഭവം എല്ലാം പാറ നല്ലോണം തെറ്റലുണ്ട്. ദേവി അതിങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വന്ന് പരിചയമില്ലാതെ ഒന്ന് ഇറങ്ങരുത് കേട്ടോ. ഇറങ്ങിക്കഴിഞ്ഞാൽ പണി കിട്ടും. എനിക്ക് പേടിയാണ്. ഞാൻ ഇറങ്ങും. ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഒരു കൈ നോക്കും, കാരണം ആരെങ്കിലും ഉണ്ടല്ലോ എന്നുള്ള. ഇത് ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഐലൻഡ് പോലത്തെ സംഭവത്തിലോട്ട് പോകാം കേട്ടോ. അപ്പം ഞാൻ എന്തായാലും അങ്ങോട്ടൊന്ന് പോയി നോക്കാണ്. താന്ന് പോവുക ഗൈസ്. ഇല്ല, ഇങ്ങനെയുണ്ട്. അടിപൊളിയല്ലയോ? ഈശ്വര, വെള്ളം കൂടിക്കൂടി വരുന്നല്ലേ. വേണ്ട, പൂന്തിന്ന്. ഞാൻ ചെരുപ്പൊക്കെ ഇട്ടുകൊണ്ട് പോയപ്പോഴത്തേക്കും കാല് താന്നു പോകണം കേട്ടോ. ഒരു ചേട്ടൻ അപ്പുറത്ത് നിൽപ്പുണ്ട്. അവിടെ നല്ല കുഴിയാന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് പോകാൻ ഒരു പേടി. ഇൻ കേസ് താന്നു കഴിഞ്ഞാൽ പണിയാണ്. അപ്പോൾ എന്തായാലും ഞാൻ ആ ശ്രമം ഉപേക്ഷിച്ചു ഗൈസ്. അപ്പോൾ ഇതാണ് കാപ്പിൽ ബീച്ച്. ഞാൻ ഈ ശ്രമം ഉപേക്ഷിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടെ ആരും ഇല്ല കേട്ടോ. അതാണ് എനിക്കൊരു പേടി. നമ്മൾ ഒറ്റയ്ക്കൊക്കെ ചെന്നിറങ്ങി പണി മേടിച്ചിട്ട് നമ്മൾ ഈ ധൈര്യം കാണിച്ചിട്ടേ പണി മേടിച്ച് കഴിഞ്ഞാൽ ഉഗ്രം പണിയായിരിക്കും. അതുകൊണ്ടാണ് പിന്നെ. അപ്പോൾ ഇതാണ് കാപ്പിൽ ബീച്ച്. നിങ്ങൾ വരിക, എൻജോയ് ചെയ്യുക. ഞാൻ വന്ന വഴി തന്നെ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇങ്ങോട്ടൊന്ന് കയറിയാലോ എന്നൊരു ആലോചന. അപ്പോൾ ഇവിടെ ഒരു സ്പോട്ട് കണക്ക് എനിക്ക് തോന്നി. അപ്പം ഇങ്ങോട്ടൊന്ന് കയറി വെക്കാം. There's no time for me. I've been flying
from town to town, from London to Taiwan. I've been all around the globe trying to protect your soul. We are heroes tonight. We will fly above the sky. We are heroes tonight. Yeah. We are heroes tonight. We will fly above the sky. We are heroes tonight. Feel like a dynamite, ready to explore right up in the sky. I need you to listen, I need you to hear, and don't show any fear. I've been flying from town to town. അടിപൊളി കേട്ടോ, അവിടെയൊക്കെ നല്ല രസമുണ്ട്. അവിടെയൊക്കെ ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ സ്ഥലമാണ്, പക്ഷേ ഡേഞ്ചറാണ്. എന്നാലും അറിഞ്ഞൂടാത്ത സ്ഥലത്ത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആദ്യം ആൾക്കാരോടൊന്ന് തിരക്കണം, എന്നിട്ടേ നമ്മളിങ്ങനെയുള്ള സ്ഥലങ്ങളിലോട്ട് പോകാവുള്ളൂ. ഇച്ചിരി കൂടെ ഇങ്ങോട്ട് കയറിപ്പോയാൽ കേട്ടോ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ ഉണ്ടോ, അടിപൊളി. അപ്പം ഞാൻ എന്താ തിരിച്ചു പോകണം ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, എനിക്ക് ഇത്രയാണ് കാപ്പിൽ ബീച്ചിനെ കുറിച്ച് അറിയാവുന്ന കേട്ടോ. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ അറിയാമെങ്കിൽ കമൻറ്റിൽ പറയുക. അപ്പം നിങ്ങൾ ഇവിടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് കൂടെ അതൊരു ഉപകാരം എന്ന് വെച്ചാൽ ഇങ്ങനെയും സ്പോട്ടുകളുണ്ട്. അപ്പോൾ എനിക്കും അറിയാൻ പറ്റും, എനിക്കും വന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അപ്പം ഗൈസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഞാനിപ്പോൾ ഇവിടം കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം അടുത്തൊരു വീഡിയോയിൽ എന്തായാലും കാണുന്നവരെ ബൈ.